നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവമക്കളോട് ഒരുമിച്ച് ചില മാസങ്ങൾക്ക് ശേഷം, ചില മാസം എന്ന് പറഞ്ഞാൽ 2 മാസമായി ഒരു പ്രാവശ്യത്തോടെ കടന്നു വരുവാൻ അവിടുത്തെ ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളായിരുന്ന സ്ഥാനത്തെല്ലാം ദൈവം ഞങ്ങളെ പരിപാലിച്ചു. കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആരംഭം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ന്യൂ ഇയറൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെ കടന്നു വരുവാനും ഒന്നും സാധിച്ചില്ല. അത് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും പൈതലിനെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇപ്പോഴും ആക്കിയിരിക്കുന്നു. ഡോക്ടർമാർ പറഞ്ഞ കുറച്ച് ദിവസം കൂടെ ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൈതലിനെ കൊണ്ടുവരാഞ്ഞത്. എന്നാലും ഇപ്പോഴും ആരോഗ്യമുള്ളവനായിരിക്കുന്നു. ദൈവത്തെ കൂടുതലായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും കടന്നു വന്നേ പ്രിയ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും പ്രഭാഷയോട് കാണുവാൻ കിട്ടിയ അവസരത്തിനായി ശ്രമിക്കുന്നു. നമ്മളെവിടെ ആയിരുന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ ഒരുപാട് ചിന്തകൾ ബ്ലെസ്സൻ നമുക്ക് തന്നിട്ട് പോവുകയാണ്. അല്പമൊന്നുമല്ല, പല ചിന്തകളാണ് നമ്മളിൽ ഇട്ട് തന്നിരിക്കുന്നത്. നാം അതൊക്കെ ഒന്ന് ശോധന ചെയ്യണം. ബ്ലെസ്സൻ ഇവിടെ ജനിച്ചു വളർന്ന് ഈ സഭയിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടില്ല. അവൻ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ആരാധനയ്ക്കായി കടന്നു വരുന്നത് പലരെയും കാണുന്നില്ല. ആ ബ്ലെസ്സൻ ഇത് എന്നും കാണുന്നതാണ്. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളെ വലുതായിട്ട് ഈ ബ്ലെസ്സന്റെ ഒപ്പമൊക്കെ ആയതിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്തതാണ് ഇപ്പം ബ്ലെസ്സൻ അതെന്തുവാ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. വലുതായി മക്കൾ വഴിതെറ്റി പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബ്ലെസ്സൻ വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നു. അവനിലൂടെ വളരെയധികം നല്ല ചിന്തകൾ ബ്ലെസ്സൻ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ എന്തായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്, ഇല്ലയോ? നമ്മൾ ഭൂമിയിലെ വിശുദ്ധന്മാരല്ലയോ? ഭൂമിയിലെ വിശുദ്ധന്മാരായിരിക്കണം. അവരെന്ത് ചെയ്യണം? ഭൂമിയിലെ വിശുദ്ധന്മാര് ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായിരിക്കണം. ഇന്നത്തെ അല്പ സമയത്തെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബ്ലെസ്സൻ ആവശ്യമുള്ളതെല്ലാം നൽകി തന്നു. അതുകൊണ്ട് അല്പം ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിയർ 4:1 മുതലുള്ള ഭാഗ്യം 2-3 പേരൊന്ന് വായിക്കണേ. വായിച്ച് സഹായിക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഇരുന്ന് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാ. 4:1 മുതൽ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ വായിച്ചത് ദൈവപ്രസാദം. നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത് നമ്മളെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായിട്ടാണ് നമ്മളെ തെരഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു പൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മൾ വിളിച്ചു, വേർതിരിച്ചു, ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തുവാ? അവനെ പ്രസാദിപ്പിക്കുക, ഇല്ലയോ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അവനെ പ്രസാദിപ്പിക്കുക. ഇവിടെ വായിച്ച വാക്യം അപ്പോസ്തലനായ പൗലോസ് തന്റെ സഭയ്ക്ക്, തെസ്സലോനിക്ക് എഴുതിയ സഭയിലുള്ള വിശ്വാസികൾക്ക് ഉപദേശം കൊടുത്തിരിക്കുകയാണ്. പ്രബോധനമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുക. ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ അവസാനം പോകുന്ന സമയത്ത്, സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, അതായത് ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ, പൗലോസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും നടക്കണം. അവർ പറഞ്ഞു കൊടുത്തു. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് എങ്ങനെ നടക്കണം, ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കണം എന്നെല്ലാം അപ്പോസ്തലനായ പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി ദൂത് കൊടുത്തു.
അതുപോലെ തന്നെ ഇനിയും നടക്കണം. നിങ്ങൾ വഴിതെറ്റി പോകും. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ഇനിയും ആ കൃപയിൽ തന്നെ നടക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലാണ്. നമ്മെ വിളിച്ചു വേർതിരിച്ചു ഇവിടെ ആക്കിയിരിക്കുന്നു. നാം ദൈവപ്രസാദമുള്ള അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത് എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. ആണോ? നമ്മളിവിടെ ആരാധന കഴിക്കുക അല്ലെങ്കിൽ യാഗം കഴിക്കാൻ വന്നിരിക്കുകയാണ്. പഴയ നിയമകാലത്ത് യാഗം കഴിക്കുന്നു. ഇപ്പോൾ നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അത് യഥാർത്ഥമായി നാം സമർപ്പിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. അങ്ങനെ ഒരു യാഗം കഴിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 4:4 ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4:4 വായിപ്പിക്കുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതിന് ഉറങ്ങല്ല കേട്ടോ. ഉൽപ്പത്തി പുസ്തകം ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേശയിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അത് മതി. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. യഹോവ എന്ത് ചെയ്തു? ഹാബേലിലും പിന്നെന്തുവാ അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിലും എന്ന് പറഞ്ഞ എന്തുവാ? ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അന്നേരം എങ്ങനെ ആയിരിക്കണം ഹാബേലിന്റെ വഴിപാട്? ഹാബേലിൽ പ്രസാദിക്കണം എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ പ്രസാദിക്കണം എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരുന്ന വസ്തുവിലല്ല. നമ്മൾ പ്രസാദിക്കണം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി എല്ലാം ദൈവഹിതമായിരിക്കണം. ഇന്ന് നാം ആരാധനയ്ക്കായി കടന്നു വന്നു. നമ്മൾ യാഗം കഴിക്കാൻ വന്നിരിക്കുകയാണ്, ഇല്ലയോ? പഴയ നിയമകാലം പറഞ്ഞതുപോലെ നമ്മൾ യാഗം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെ ആയിരിക്കണം? ദൈവത്തിങ്കിലായിരിക്കണം. വന്ന ആ സമയം മുതൽ നമ്മുടെ ചിന്തയെല്ലാം അങ്ങോട്ടായിരിക്കും, ഇല്ലയോ? എന്നാൽ നമുക്കത് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രതമായിരിക്കണം. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ പോയപ്പോൾ എന്തുണ്ടായി? യാഗത്തിനാണ് ചെന്ന് യാഗം കഴിക്കുകയാണോ ചെയ്തത്? തടസ്സങ്ങളെല്ലാം അവൻ മാറ്റിവെച്ചു, ഇല്ലയോ? മാറ്റിവെച്ച് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ചപ്പോൾ ദൈവം അതിലെന്ത് ചെയ്തു? പ്രസാദിച്ചു. ആ യാഗത്തിൽ പ്രസാദിച്ചു. നമ്മുടെ യാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ഏകാഗ്രതയുള്ളവരായി ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവ വഴിയിൽ നടന്ന് അവൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആരാധന അല്ലെങ്കിൽ നമ്മുടെ യാഗം ദൈവം പ്രസാദിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഇവിടെ ഹാബേലിന്റെ യാഗത്തിൽ അവൻ പ്രസാദിച്ചു. കൈൻ്റെ എന്താ പ്രസാദിക്കാൻ എന്താ വേണ്ടുന്ന രീതിയിലാണ് അവൻ യാഗം കഴിച്ചത്? അല്ല. ആ യാഗത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ രീതിയിലായിരിക്കണം. നമുക്കും ദൈവം അതേ കൽപ്പനയാണ് തന്നിരിക്കുന്നത്. നാം എങ്ങനെ നടന്നിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ എങ്ങനെയും ആരാധിച്ചു പോയാൽ നമ്മുടെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് പോകുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. ഇവിടെ 9 മണിക്ക് ആരാധന തുടങ്ങുമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് വന്നിരിക്കണം. നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലാൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലാൻ പറഞ്ഞ ഈ മോളൊക്കെ ഇനി പോകേണ്ടതാണ്, ഇവരൊക്കെ പോകേണ്ടത്, പ്ലസിനും ഇന്റർവ്യൂവിനൊക്കെ പോകണ്ടേ. പോകുമ്പോൾ 10 മണിക്ക് വേണമെന്ന് പറഞ്ഞാൽ 10 ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ജോലി നഷ്ടപ്പെടും. ഇനി അങ്ങോട്ട് കയറ്റത്തില്ല, ഇല്ലയോ? അങ്ങനെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധന 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് വരണം. നമ്മൾ ചിലത് മാത്രം പാട്ട് കഴിയും, ചിലവർ വരുമ്പോൾ പാട്ട് കഴിയും, ചിലവർ വരുമ്പം സങ്കീർത്തന വായനയൊക്കെ കഴിയും. നാം ആരാധനയ്ക്ക് കടന്നു വന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ എന്താണ് നടന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ പങ്കാളികളാകണം. എങ്കിൽ മാത്രമേ ആരാധന പൂർണ്ണമാകുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും വന്ന് കേട്ട് എന്തെങ്കിലും ഒന്ന് പങ്ക് ചെയ്ത് ഒന്ന് വരണമെന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് പോവുകയല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരെന്ന്, ഭൂമിയിലെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുക. അവരെന്ത് ചെയ്യണം? ഭൂമിയിലെ വിശുദ്ധന്മാരായിരിക്കുമ്പോൾ നാം ഭൂമിയിലുള്ള ആ വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കണം. അങ്ങനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞതുപോലെ നാം ആരാധിക്കണം. ദൈവസന്നിധിയിൽ അപ്രകാരം കടന്നു വരണം. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. 1 തെസ്സലോനിക്കർ 4:1 വായിക്കാം. 4:1
4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളെ നടക്കണമെന്ന് ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എങ്ങനെ നടക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് കൊലോസിയർ എഴുതിയ കൊലോസിയർ 1:10-11 ഒന്ന് വായിക്കാം. ഈ മോളൊക്കെ എന്താ വായിക്കാതെ? എടുത്ത് പെട്ടെന്ന് വായിക്കണം. എവിടാന്നറിയാമോ കൊലോസിയറൊക്കെ? ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിക്കേ. 1:10-11 കൂടെ എഴുതോ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവർത്തികളെ ഫലം കായ്ച്ചു ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സൗഷ്ണതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം എന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം അത്രയൊക്കെ മതി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് പൂർണ്ണ പ്രസാദത്തിനായി. പിന്നെ എങ്ങനെയൊക്കെ നടക്കുന്നത്? ആത്മീയ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അതെല്ലാം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കണം. എല്ലാ പ്രവൃത്തിയിലും ഫലം കായ്ക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. നമ്മൾ ആരാധന അല്ലെങ്കിൽ ദൈവസേനയിൽ വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പാതപെട് അല്ലെങ്കിൽ ദൈവവചനം സംസാരിക്കുന്നിടത്ത് വന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ബൈബിള് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതെല്ലാം ലഭിക്കുകയുള്ളൂ. ജ്ഞാനത്തിലും വളരണം എന്നും സകല സഹിഷ്ണുതയിലും ദീർഘക്ഷമയിലും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന എവിടുന്നാ? ഇവിടെ നിന്നാ. നമുക്ക് ദീർഘക്ഷമയൊക്കെ ഉണ്ടോ? ആർക്കും ക്ഷമയൊന്നുമില്ല, അല്ലയോ? പെട്ടെന്ന് പോകണം, പെട്ടെന്ന് വരണം, പെട്ടെന്ന് പോകണം, ഒന്നും സാധിക്കുന്നില്ല. ഇതെല്ലാം വരണമെങ്കിൽ, നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരണം. സഹിഷ്ണുതയിലും ദീർഘക്ഷമയിലും അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന്റെ ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഇതെല്ലാം ദൈവസന്നിധിയിൽ വന്നെങ്കിലേ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് കൊലോസിയർ എഴുതിയ കൊലോസിയർ 10:11 തെസ്സലോനിയർ 4:1 പറഞ്ഞിരിക്കുന്ന നല്ല നടപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല നടപ്പൊക്കെ നടന്നെങ്കിൽ മാത്രമേ ആ പ്രസാദം നമ്മിൽ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മളെ പ്രസാദിക്കണമെങ്കിൽ നാം ഈ രീതിയിൽ നടക്കണം. ദൈവത്തിന് ഹിതമായ രീതിയിൽ നടക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നിപ്പോൾ ബ്ലസൻ ഇവിടെ വന്ന് ഇത് പ്രസംഗിച്ചു. ബ്ലസൻ പ്രസംഗിച്ച് വെളിയിലോട്ട് പോകുമ്പോൾ ഓരോരുത്തർ പറയും, അത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഒരു പുകഴ്ച, അല്ലയോ? ബ്ലസനെ ഒന്ന് പുകഴ്ത്തുക, അത് നല്ലതായിരുന്നു. അത് ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെയാണോ? അല്ല, ബ്ലസനെ അങ്ങ് പുകഴ്ത്തുക, അല്ലയോ? അല്ലെങ്കിൽ എന്തോ പറയണ്ടേ? ആ വചനം എനിക്ക് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല. അത് ഇന്നിപ്പോ പല ക്രൂസൈഡുകളെ അല്ലെങ്കിൽ പല പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെ, അല്ലയോ? അവരെ പ്രസാദിപ്പിക്കണം. സെൻട്രൽ പാസ്റ്റർമാരെ അല്ലെങ്കിൽ മെയിൻ പാസ്റ്റർമാരെയൊക്കെ പ്രസാദിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭൂമിയിലുള്ള പലരും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നമുക്കെന്തെങ്കിലും ലഭിക്കണം. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ലഭിക്കും? സമാധാനം, സന്തോഷം. അവരിൽ നിന്ന് വളരെ പല കാര്യങ്ങളും നമുക്ക് എബ്രായ ലേഖനം 11:5 ഒന്ന് വായിക്കാം. എബ്രായർ 11:5. വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ
എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. നമ്മളെ കുറിച്ച് സാക്ഷ്യം എന്തായിരിക്കും പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഹാനോക്കിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഹാനോക്ക് ദൈവത്തോട് കൂടെയായിരുന്നു, ഇല്ലയോ? മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് മരിക്കുന്നതിന് മുമ്പേ എന്താ പറഞ്ഞത്? മുമ്പേ തന്നെ അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കുന്നത് ആ ഭാഗം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അതുകൊണ്ട് അവന് നല്ലൊരു സാക്ഷ്യം ലഭിക്കാനിടയായി തീർന്നു. അതാണ് എബ്രായ ലേഖനത്തിലൂടെ ഇവിടെ പറഞ്ഞത്. നാം എന്ത് ചെയ്യണം? ഏത് സാഹചര്യമായിരുന്നാലും നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കുക. നമുക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതിനായിട്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അത് തന്നെയാണ് നാം ചിന്തിച്ചത്. ആ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ 9:5-9 വായിക്കാം. 2 കൊരിന്ത്യർ 5:9. അസാരം പുളിമാവ് അല്ലല്ല, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടു പോയാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവർക്കൊരു അഭിമാനമുണ്ട്. എന്താണ് അഭിമാനം? ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നു, ഇല്ലയോ? ഈ ശരീരത്തെ നമ്മൾ ഇപ്പൊ ജീവിച്ചാലും നമ്മളിൽ നിന്ന് ശരീരം വിട്ടു പോയാലും ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതിനായിട്ടാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്ന് ശോധന ചെയ്യുക, നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഏത് രീതിയിലെയും ഏത് അവസ്ഥയിൽ കൂടെയും എനിക്ക് എങ്ങനെ പോയാലും ദൈവത്തെ ഒന്ന് മുൻനിർത്തണം, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിൽ നിന്ന് പ്രസാദം എനിക്ക് വാങ്ങണം എന്നുള്ള ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യോടെ വായിക്കാം. റോമർ 14:18 വായിക്കാം. റോമർ 14:18. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളു. റോമർ 14:18. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കും ഉള്ളത് ശ്രമിച്ചുകൊള്ളുക. ഒന്നുകൂടെ നിർത്തി വായിക്കുക. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. മനുഷ്യർക്ക് കൊള്ളാവുന്നവർ അവരെന്ത് ചെയ്യുന്നു? മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി ജീവിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെ. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ എന്ത് ചെയ്തു? മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി ജീവിക്കും. ഇന്ന് അതാണോ കാണുന്നേ? ഇല്ല, ഇന്ന് അതല്ല കാണുന്നത്. ഇന്നെല്ലാം ചതിയും വഞ്ചനയും കൊല്ലും കൊലയും, ഇല്ലയോ? ഇന്ന് നടക്കുന്ന എല്ലാ അതല്ലയോ? എല്ലാം അതാണ്. എങ്ങനെയും മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് അവരിൽ നിന്ന് എല്ലാം വാങ്ങിക്കണം, അവനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞ് അവരിൽ നിന്നെല്ലാം വാങ്ങിക്കണം. ഇതല്ല ദൈവമക്കളെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരായിട്ട് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ തന്നെ പ്രസാദിപ്പിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മെ പ്രസാദിക്കുകയുള്ളൂ, മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നാം ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി പറയണം, അവൻ കൊള്ളാവുന്നവനാണ്, അവൻ ദൈവത്തെ ആശ്രയിക്കുന്നവനാണ്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനാണ്. അങ്ങനെ മാത്രമേ ദൈവത്തിലേക്ക് അവരും കടന്നു വരുവാൻ ഇടയാകുകയുള്ളൂ. നമ്മുടെ ദൈവപ്രസാദം വാങ്ങിക്കുന്നവരായിരിക്കണം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കും. അങ്ങനെ ദൈവപ്രസാദം എല്ലാം വാങ്ങിച്ച് നാം ഇവിടെ ഇരിക്കുകയാണ്, ഇല്ലയോ? ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചിന്തയോടെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. 1 യോഹന്നാൻ 3:12 ഒന്ന് വായിക്കാം. 12 മുതൽ. നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല അവനെ കൊല്ലുവാൻ സംഗതിയുണ്ട്. തന്റെ പ്രവൃത്തി ദോഷവും
സഹോദരൻ്റേത് നീതിയുള്ളതാകൊണ്ടത്രേ. 23 വായിച്ചാൽ മതി. 23 അതിന്റെ 20. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയും. നമ്മളിങ്ങനെ ദൈവപ്രസാദമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുക അല്ലയോ? ഇരിക്കുമ്പോൾ ഒരു കൽപ്പനയും കൂടെ നമുക്ക് ആചരിക്കേണ്ടതുണ്ട്. എന്താണ് കൽപ്പന? അന്യോന്യം സ്നേഹിക്കണം. അതാണ് നമുക്ക് ഒക്കാത്തത്. ദൈവം അതാണ് കൂടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് നാം പ്രസാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം നമുക്ക് ഒക്കുന്നില്ല. എന്താണ് ഒക്കാത്തത്? കൂട്ട് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ ഹിതമായിട്ടാണ് ഞാൻ നടക്കുന്നത്, എൻ്റെ ചിന്തയൊക്കെ അതാണ്, എല്ലാം ഇത് നമ്മളിലുണ്ട്. പക്ഷേ കൂട്ട് സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും? ഒറ്റ ചിന്തയാ ഇല്ലയോ? ഇന്നത് നമുക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കണം. ഈ തിരുമേശയും നമ്മളെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇല്ലയോ? തിരുമേശ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്തിരിക്കുന്നവരോട് മിണ്ടാതിരുന്നിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എന്ന് ഈ സാറന്മാരെല്ലാം ഇവിടെ പ്രസംഗിക്കുന്നതാ, എല്ലാവരും പ്രസംഗിക്കുന്നതാ അല്ലയോ? നമ്മൾ ശോധന ചെയ്യുക, നമ്മളെ തന്നെ കുറ്റം വിധിക്കുക, നമ്മളെ തന്നെ വിധിക്കണം. എന്താ വിധിക്കേണ്ടത്? ഞാൻ ആരെങ്കിലും അന്യായമായിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും പിണക്കമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരോട് പിണങ്ങിയിരുന്നിട്ടില്ല. എനിക്ക് ആരോടും പിണക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോടെ ആരും പിണങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതാ. ഇതുവരെ എൻ്റെ അറിവിൽ പിണങ്ങിയാലും അല്പസമയത്ത് ഭാര്യയും ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കും ഒരു ദിവസത്തേക്കൊക്കെ. അത് അന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും അതൊക്കെ കഴിയും, അതൊക്കെ പോകും എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെയും പിണക്കത്തിലായിരിക്കുന്നവരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തിനാ നമ്മൾ തുടങ്ങുന്നത്? അല്പസമയത്തേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം. കാരണം ഇന്നിപ്പോൾ സുനിത വില്യം എവിടാ 2 ആഴ്ചത്തേന് പോയതാ ഇല്ലയോ? എവിടെ? 400 കിലോമീറ്റർ അകലെ സ്പേസിൽ 9 മാസം അവിടെ സ്റ്റക്കായി പോയി. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും തീർന്നേനെ ഇല്ലയോ? അവിടെ ചെന്ന് പലതും അവർ സഹിച്ചു. മലമൂത്ര വിസർജനം എല്ലാം അവർ കുടിച്ചു. അല്ല അറിഞ്ഞോ? ഇല്ല, അതെല്ലാം പ്യൂരിഫൈ ചെയ്ത് അവരതൊക്കെ കുടിച്ചത്. നമ്മളത് കാണുമ്പോൾ ഈ പേസ്റ്റൊക്കെ പല്ലൊക്കെ തേച്ചിട്ട് വിഴുങ്ങുക, അത്രേ ഉള്ളൂ. പല്ല് 2 ഒരേ വരച്ചിട്ട് അങ്ങ് വിഴുങ്ങുക. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ, ദൈവം നമുക്ക് ഒന്നും തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതൊക്കെ തിന്നേണ്ടി വരും. ഇപ്പോൾ മനുഷ്യരെ തിന്നുന്ന കണ്ടില്ലയോ? എന്താ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ കഴിക്കുക ഇല്ലയോ? അടിക്കുക, കൊല്ലുക, ഇനി കഴിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു സമയം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്നതാ. അന്യോന്യം കുത്തുക, അതിന് ഈ പട്ടിയെ കൊല്ലുന്ന പോലെ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? ഒരു ഇതുമില്ല. അന്നേരം നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? അല്പസമയമേ ഉള്ളൂ. നമ്മൾ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എന്ത് കാര്യത്തെ? ചിലപ്പോൾ ചില വസ്തുവിൻ്റെ പ്രശ്നമായിരിക്കും, അത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും പൈസ തന്നിട്ട് തിരിച്ച് തരാതിരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാരണം കാണും. അതൊക്കെ നമുക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാതിരിക്കാൻ നമുക്ക് തക്കവണ്ണം എന്താ ഉള്ളത്? അല്പസമയം നമ്മൾ ശോധന ചെയ്യുക. എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരിമാർ, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ, മറ്റുള്ളവർ, നാം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവമക്കളാ, ദൈവത്തിൻ്റെ പൈതലാന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വന്നിരിക്കുക. നമുക്ക് അല്പം സമയം ഒന്ന് ശോധന ചെയ്യാവുന്നതേ ഉള്ളൂ. അല്പം നമ്മൾ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരും, അപ്പോഴേ കഴിയും. അത് നാം ചിന്തിക്കുന്നില്ല. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെളിയിലോട്ട് ഇറങ്ങി മറ്റുള്ളവരോട് ഇത് സംസാരിക്കും. അവൻ ഇച്ചിരി മൂട്ടിത്തരും, ഉടനോടെ ഇച്ചിരി വൈരാഗ്യം തോന്നും. അതാ ശരി, അതാ ശരി. അതല്ല, ഈ ശരിയും തെറ്റും എല്ലാം ഇത് തന്നെ ഉണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ബൈബിൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാം മനസ്സിലാകും. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അല്പസമയത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് നാം അതൊന്ന് എല്ലാം ശോധന ചെയ്യുക.
ഒന്ന് ചിന്തിക്കുക. ഒരു കൊറോണ വന്നപ്പോഴത്തേന് എല്ലാം പോയില്ലേ, എല്ലാം അടഞ്ഞില്ലയോ, അന്യോന്യം ബന്ധം പോലും ഇല്ലാതായില്ലയോ, ആർക്കും വേണ്ട. ഫുഡൊക്കെ എന്തുവാ, കമ്പക്കൊരുത്തൊക്കെയാണ് മേപ്പോട്ട് തരുന്നത് ഇല്ലയോ. അവിടെ അല്ലെങ്കിൽ നമ്മൾ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കുന്നത് പോലെ അവിടെ കൊണ്ടുവച്ചിട്ട് ഓടി അങ്ങ് പോകും, നമ്മൾ വന്നെടുത്ത് കഴിക്കും. അങ്ങനല്ലേ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. കൊറോണ വന്നവരൊക്കെ അറിയാം എന്ന് പറയുന്നത് പോലെയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ദൈവമക്കളാ വിശുദ്ധന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അല്പസമയം നാം ചിന്തിച്ചു. ആ ബ്ലസൻ വളരെ ആത്മാർത്ഥമായിട്ട് ബ്ലസനിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, നല്ല മനോഹരമായിട്ട് ഒരു ഇത് പോലും പേടി പോലും ഇല്ലാതെ പ്രസംഗിച്ചു. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ പറയുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. ബ്ലസന് ഒരു ഇതുമില്ല. ബ്ലസൻ ഇനിയും വളർന്നു വരും, ബ്ലസന് ഭാവിയുണ്ട്. അതുകൊണ്ട് ആ പൈതല് കണ്ട കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അതുപോലെ ഇനി പ്രസംഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ മാതൃക കാണിക്കുക, മാതാപിതാക്കൾ മാതൃക കാണിക്കുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാതൃക കാണിക്കുക. ആ പിള്ളേർ വളർന്നു വരുമ്പോൾ ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പറയും, എൻ്റെ മാതാവ് ഇതുപോലെ ആയിരുന്നു, പിതാവ് ഇതുപോലെ ആയിരുന്നു, അവർ സ്നേഹിക്കുന്നില്ല. പിന്നെ ഞാനെങ്ങനെയാ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുന്നെങ്ങനെ? ഇതെല്ലാം നമ്മളൊന്ന് ശോധന ചെയ്യുക. ഈ നാടിൽ ശോധന ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രസാദം എന്ന് പറയുന്നത് നാം പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യരെ അല്ല, ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ഈ നാളുകളിൽ ഈ നമുക്ക് കിട്ടുന്ന സമയം ദൈവത്തെ ആരാധനയ്ക്കായി കടന്നു വരുന്നു. നാം വരുന്ന സമയം, ആ സമയം ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രാപിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മഹാനായ വില്യം കേരി ഇപ്രകാരം അറ്റൻഡ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ് ആൻഡ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. അതായത് ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രാപിക്കുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുക. ഇന്ന് നമ്മൾ പലരും ചെയ്യുന്നത് ദൈവമേ തരണേ തരണേ എന്നൊന്നും നമ്മൾ പറയുക, ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വൻകാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് തരും. അതുകൊണ്ട് ഈ നാളുകളിൽ എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുക. അതിനായി ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. തുറന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ വെളുപ്പിനെ ഞാൻ കടന്നു പോകും. ഇനിയും ജൂണി വരുമ്പോൾ കാണാം എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഏത് സമയം കിട്ടിയാലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.